ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റമദാൻ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് കുട്ടികളുടെ റൂമാണ് കേട്ടോ വൃത്തിയാക്കാൻ പോണത്. അപ്പോൾ ഇതാണ് മക്കളുടെ റൂം. ആദ്യം തന്നെ ഞാൻ കർട്ടനൊക്കെ ഊരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ബെഡ്ഷീറ്റും പില്ലോസും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് കിടക്കൊക്കെ എടുത്തിട്ട് വെയിലത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുട്ടികളുടെ റൂമിൽ സ്റ്റഡി ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു ഡ്രോയറാണ് കേട്ടോ ഇത്. അതും പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചാൽ പിന്നെ കട്ടിലും അലമാരയും മാത്രമേ റൂമിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പൊടി തട്ടാനും തുടയ്ക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ എല്ലാ സാധനവും എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ പൊടി തട്ടാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ സ്ഥലത്തും പൊടിയും മാറാലൊക്കെ തട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഫാനുമേലുള്ള പൊടിയാണ് കേട്ടോ തട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് വേണം പൊടിയൊക്കെ തട്ടുമ്പോഴാണെങ്കിലും ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ ആദ്യം മുകളിലുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ താഴത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഫാനുമേലുള്ള പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ചുമരിലും ഒക്കെയുള്ള മാറാലൊക്കെ തട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ റൂം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെയാണ് ഈ റൂം വൃത്തിയാക്കുന്നത്. ഞാൻ എപ്പോൾ വൃത്തിയാക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അങ്ങനെ മാറാലൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം അലമാരയുടെ മുകളിലും കട്ടിൽമേലും ഒക്കെ ഉള്ള പൊടിയൊക്കെ തട്ടുണ്ട്. അപ്പോൾ അലമാരയുടെ ഉള്ളിലൊക്കെ ഞാൻ ഫസ്റ്റത്തെ ഡേ നമ്മൾ വാർഡ്രോബ് ക്ലീനിങ് ആയിരുന്നല്ലോ, അതിൽ എൻ്റെ റൂമത്തെ അലമാര മാത്രമല്ല ഈ റൂമിലുള്ള അലമാരയും ഉള്ളിലും ഫുള്ളായിട്ട് ക്ലീനാക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളിലൊന്നും ക്ലീൻ ആക്കാനില്ല, പുറമേ മാത്രമേ ഉള്ളൂ കേട്ടോ വൃത്തിയാക്കാൻ. അപ്പോൾ അങ്ങനെ കട്ടിൽമേലും ഈ അലമാരമേലൊക്കെ ഉള്ള പൊടിയൊക്കെ തട്ടുന്നുണ്ട്. കട്ടിലിൻ്റെ മുകളിൽ മാത്രമല്ല കേട്ടോ, കട്ടിലിൻ്റെ സൈഡിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ പൊടിയും മാറാലൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും ഡീപ്പ് ക്ലീനിങ് ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ മാറാല ഉണ്ടാവും. അതൊക്കെ തട്ടി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാറാല തട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് നിലത്ത് ഫുള്ളും പൊടിയും ഒക്കെ ആണ് കേട്ടോ. പിന്നെ കുട്ടികളുടെ റൂമായതുകൊണ്ട് തന്നെ കുറേ കടലാസിൻ്റെ കഷ്ണവും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി ഫുള്ളായിട്ട് റൂം മൊത്തം അടിച്ച് വാരി ക്ലീനാക്കാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ച് വാരി ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ നല്ലോണം നനച്ച് തുടയ്ക്കണം കേട്ടോ എല്ലാ ഭാഗങ്ങളും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊടി തട്ടി അതേ ആ ഒരു ഓർഡറിൽ തന്നെയാണ് തുടച്ചെടുക്കുന്നതും. ആദ്യം ഫാന് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജനലാണ് കേട്ടോ തുടയ്ക്കണത്. ജനലിൻ്റെ കമ്പികളും പിന്നെ ജനൽ വാതിലും ഒക്കെ നല്ലോണം നനച്ച് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ജനലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ കട്ടിലും നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. കട്ടിലിൻ്റെ സൈഡും കട്ടിലിൻ്റെ ബാക്കും ഒക്കെ നല്ലോണം തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിൽ തുടയ്ക്കുന്ന സമയത്ത് തന്നെ മോളിതാ അവിടെ അവളുടെ സ്റ്റഡി ടേബിളും ഒക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇതേപോലെയുള്ള പണികളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെയും അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഞാൻ നമ്മൾ അലക്കിയ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മടക്കി വെക്കുമ്പം മക്കൾ അവരുടെ ഡ്രസ്സൊക്കെ അവർ തന്നെയാണ് മടക്കി വെക്കാറുള്ളത്, അവർ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവർക്കും വീട് എപ്പോഴും വൃത്തിയായിരിക്കണം, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത വന്നോളൂ കേട്ടോ. അപ്പോൾ മക്കൾ വീട്ടിലുള്ള ദിവസമാണ് നമ്മൾ ക്ലീനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതേപോലെയുള്ള പണികളൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോഴേക്ക് ഞാനിതാ റൂമിൻ്റെ ഡോറൊക്കെ തുടച്ചിട്ടുണ്ട്. ഡോറും ആ ഒരു വാതിൽക്കട്ടിലും ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലോറ് മൊത്തമായിട്ട് നല്ലോണം തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം തുടയ്ക്കും കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഞാൻ 2 പ്രാവശ്യം തുടയ്ക്കും. പിന്നെ നമ്മൾ എടുത്ത് പുറത്തേക്ക് വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് റൂമിലേക്ക് തന്നെ തിരിച്ച് വെക്കണമല്ലോ, അതൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു തുടയ്ക്കലും കൂടി തുടയ്ക്കും കേട്ടോ ഫ്ലോർ. അപ്പോൾ എനിക്ക് നല്ലോണം ഒരു ക്ലീനായൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സാധനങ്ങളൊക്കെ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കർട്ടനൊക്കെ അതിൻ്റെ ഇടയിൽ അലക്കിയിട്ട് ഒക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അലമാര ഇതേപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചു കേട്ടോ. പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഡ്രോയർ ഉണ്ടായിരുന്നല്ലോ, അത് എൻ്റെ റൂമിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാം കൂടി ഒരു തിങ്ങി നിറഞ്ഞൊരു ഫീൽ ചെയ്യുന്നു. അപ്പം എൻ്റെ റൂമിൽ കോർണറിൽ സ്പേസ് ഉണ്ട്, അവിടെ ഞാൻ മോൻ്റെ ആ ഡ്രോയർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിൽ കുറച്ച് സ്പേസ് കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അലമാരയുടെ അവിടെ അലമാര ഇങ്ങോട്ട് തിരിച്ച് വെച്ചപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ
ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസത്തെ ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.